നല്ലവനോ? നോൺസെൻസ്. ഹലോ. അന്ന് സംഭവിച്ചതിനൊക്കെ ഐ എം സോ സോറി. ഇത് സിക്സടാ. അയ്യേ, നോക്കിറിയടെങ്കിലല്ലേ സിക്സ് അടിക്കാൻ പറ്റൂ. എത്ര സുന്ദരമായി ക്യാച്ച്. എന്റെ പന്ത് പിടിച്ച മഞ്ഞക്കിളിയെ, അനങ്ങാതവിടെ നിൽ. അരികിലേക്ക് വരാൻ ഞാൻ. ഷോൾഡറിൽ പൊട്ടി. എവിടെ നിന്നോ അവതരിച്ചു നിങ്ങൾ. എന്റെ പന്തത്ര ഭംഗിയായി പിടിച്ചു. നിങ്ങളും നല്ലപോലെ ബാറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു മാഡം, താങ്ക് യു. നോ മെൻഷൻ. അല്ല, നിങ്ങളെ ഞാനിവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലെ PT ടീച്ചറായിട്ട് വന്നതാ. എന്നുവെച്ചാ കളിപ്പിക്കുന്ന ടീച്ചർ നിർത്താം. തൃപ്തിയായി. ഞാനും അതേ സ്കൂളില്. മതി ടീച്ചർ, നിങ്ങൾ വിചാരിക്കുന്നുള്ള ഞാൻ അവിടെ. എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ പന്ത് മാത്രമല്ല ക്യാച്ച് എടുത്തത്, എന്റെ ഹൃദയ പന്ത് കൂടി ക്യാച്ച് എടുത്തിരിക്കുക. ഒന്ന് പോയേ. ടീച്ചർ, ടീച്ചർ, എന്റെ പന്ത്. വല്യമ്മേ, ഞാൻ പാടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നീ ഒറ്റയ്ക്ക് പോയല്ലേ മോളെ? കാളി വണ്ടി എടുത്തിട്ട് പോയല്ലോ. രാജമ്മേ, ഇങ്ങി വന്നേ. അമ്മ, എന്താ അമ്മ? എന്റെ മോൾക്ക് പാടവും പറമ്പോ എല്ലാം ഒന്ന് ചുറ്റി കാണണോന്ന്. ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് വരൂ. ശരി അമ്മ. വരൂ രാജമ്മേ, നമുക്ക് പോയിട്ട് വരാം. ഗൗരിമോളെ, ഇങ്ങോട്ട് വാ. എന്താ വല്യമ്മേ? എന്തിനാ അവളെയൊക്കെ തൊട്ട് സംസാരിക്കുന്നേ? എന്താ വല്യമ്മ ഈ കാലത്തും ഇങ്ങനെയൊക്കെ? ഞാൻ പറയുന്ന കേട്ടാ മതി, പോ. കൺട്രി ഫ്രൂട്ട്. എന്ത് സാധനം ഇത്? അയ്യേ, കാക്ക കഷ്ടം. അയ്യോ മതി നമസ്കാരം മോളെ. എനിക്കിത് തന്നെ. രാജമ്മേ, എനിക്ക് കള പറിക്കണം. അയ്യോ വേണ്ട മോളെ, വലിയ മറിഞ്ഞ കൊന്നുകളയും നടന്നേ. എന്താ രാജമ്മേ? ഇതൊന്നും അറിയാത്ത കുട്ടിയാണല്ലോ. ഇതൊക്കെ നമ്മുടെ മോളെ. ദേ അങ്ങോട്ട് നോക്കി, ആ തെങ്ങും തോപ്പും മുതലാളിയുടെയാ. ആണോ? ഭക്ഷണം ഇരിപ്പുണ്ട്. ആളെ കാണുന്നില്ലല്ലോ. ആരെയാ രാജമ്മേ? എന്റെ മോനെ തന്നെയാ. അവനോട് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവനെ കാണുന്നില്ലല്ലോ. നൈസ് പ്ലേസ്. Where love is gone. പ്രണയം എവിടേക്കാണ് പോയത്? എവിടെ പോയി? മോനെ, രാജമ്മ, ഇതാ നിങ്ങളുടെ മകൻ? അതെ മോളെ. എന്താടാ മോൻ ഇത് ഷർട്ടൊക്കെ നനഞ്ഞിരിക്കുന്നേ? അത് കാക്ക കാഷ്ടിച്ചു ഷർട്ടില്. അത് കഴുകാൻ പോയിട്ട് വരും. ഷർട്ട് ഉണങ്ങിയിട്ടിട്ടാ മതി, അല്ലെങ്കിൽ ജലദോഷം വരും കേട്ടോ. മോക്ക് ഞാനേ തോട്ടമൊക്കെ കാണിച്ചിട്ട് വരാം. വാ മോളെ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്റെ ബുക്ക്. അമ്മേ, എന്തിനാ മോനെ ഓടി വരുന്നേ? എന്താ പറ്റിയത്? അമ്മേ, എന്റെ ബുക്ക്, ആ ബുക്കിംഗ് വാങ്ങിത്താ. രാജമ്മ, ഈ ബുക്ക് ഞാനൊന്ന് വായിച്ചോട്ടെ. ഈ ബുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അമ്മേ, എനിക്ക് ആ ബുക്ക് വാങ്ങി തരുന്നുണ്ടോ ഇല്ലയോ? എന്തിനാ മോൻ ഇങ്ങനെ വാശി പിടിക്കുന്നേ? മോളത് വായിച്ചിട്ട് തരാന്നല്ലേ പറഞ്ഞത്. കൊടുത്തൂടെ നിനക്കത്? എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ആ ബുക്ക് വേണം. ഓ, ഇവൻ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മോളെ, നീ വീട്ടിലേക്കൊന്ന് വാ. അവിടെ ഒരു പുസ്തകത്തിന്റെ കട തന്നെയുണ്ട്. മോൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോണ്ട് പോയിക്കോ.
ഇവന് കഥയെന്ന് വെച്ചാ വലിയ ഇഷ്ടമാ. ഈ ബുക്ക് കൊണ്ടുപോയാ അവന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഈ ബുക്ക് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാ അവന്റെ വീട്ടിലേക്ക് പോവാം. ആ, കുഴപ്പമില്ല രാജമ്മ, ഇത് അവന് തന്നെ കൊടുത്തേക്ക്. ഇങ്ങോട്ട് വാ. കൊണ്ടുപോ. കണ്ടാലും മതി. വാശിക്കാരൻ തന്നെ. Tinkle, tinkle, little star, how I wonder what you are. Tinkle. Good morning, teacher. ഗുഡ് മോർണിംഗ്. നിങ്ങളോ? ടീച്ചറിനോട് എന്താടാ ഒരു സംശയം സംസാരം? ചോദിച്ചതാ. അഭിലാഷേ, ഞാനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. 8ാം ക്ലാസ്സിൽ 18 വർഷമായി പഠിക്കുക. ഒരു ദിവസമെങ്കിലും മര്യാദയ്ക്ക് സ്കൂളിൽ വന്നിട്ടുണ്ടോ? എന്ന് ലേറ്റായേ വരൂ. എന്നോട് ചൂടാവുന്നതിനാ സാർ, ഞാൻ വരുന്നതിന് മുമ്പ് ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലേ. അതെന്താടാ നീ ആ ചെവി കയറ്റി വെച്ചേക്കുന്നേ? പേനയാണ് സാർ. എടാ, പേന വെക്കുന്ന സ്ഥലമാ അത്? അല്ല സാർ, ധൃതിയിൽ ഓടി വന്നപ്പോ പെട്ടെന്ന് പേന ഇവിടെ വെച്ചതാണ് സാർ. ധൃതി വരുമ്പോ പേന എവിടെ വേണമെങ്കിലും നിനക്ക് വെക്കാമെന്നോ? എടുത്ത് പോക്കറ്റിൽ വെക്കടാ. ബുക്ക് എടുക്കടാ, ബുക്ക് എടുക്കടാ. അയ്യോ കൊല്ലല്ലേ മോനെ, ഞാൻ വാ കൊണ്ട് ബുക്ക് എവിടെയെന്നല്ലേ ചോദിച്ചോളൂ. അതിനെന്തിനാടാ വാളെടുക്കുന്നത്? നോട്ട് ബുക്ക് തന്നെയാണ് സാർ. നോട്ട് ബുക്കാണോ? എടാ കഴുതേ, എന്തോ നോട്ട് ബുക്ക് കയ്യിൽ വെക്കും അല്ലെ ബാഗിൽ വെക്കും, അല്ലാതെ മുതുകിലല്ല. അതുകൊണ്ട് തന്നെയാടാ നീ ഇതുപോലെ തല തിരിഞ്ഞു പോയത്. പോടാ പോടാ. അപ്പൊ സാർ പോകുന്നില്ലേ? പോകാൻ. ആ എങ്ങനുണ്ട് ഇടപെടൽ? കണ്ണനു വേണ്ടി ലത കാത്തിരുന്നു. അവൻ വരാതിരുന്നതുകൊണ്ട് അവൾ അവന്റെ വീട് നോക്കി വന്നു. പക്ഷേ അവന്റെ മനസ്സിൽ അവളോട് പ്രണയമില്ലായിരുന്നു. അവൾ നാവിനും പല്ലിനും പാലം പണിതുകൊണ്ട് അധരങ്ങളുടെ ഇടയിലുള്ള ആ കറുത്ത മറുകിനെയാണ് അവൾ പ്രണയിച്ചത്. പ്രണയം ഒരു നിമിഷത്തെ ആപത്താണെന്ന് പറയാറുണ്ട്. ഇവളുടെ പ്രണയവും അങ്ങനെയാണോ? ആദ്യമായിട്ട് തന്റെ പ്രണയം തുറന്നു പറയാൻ മടിച്ച അവൾ താഴെ വീണ മുത്തിനെ എടുക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ച അവൾ തന്റെ കാൽപാദങ്ങളെ അവന്റെ വീടിന്റെ വാതിൽപ്പടിയിൽ വെച്ചു. അന്നനടയുമായി അവന്റെ ശബ്ദം കേൾക്കുന്ന ദിശയിലേക്ക് നടന്നു. അവൻ കാണുന്ന രീതിയിൽ സ്വർണ്ണ വിഗ്രഹം പോലെ നിന്നു. വിഗ്രഹത്തിനരികെ വന്ന അവൻ അവളുടെ മിഴികളിൽ തൊട്ടു. വിരലുകൾ തൊടാൻ കാത്തിരുന്നതുപോലെ അവളുടെ മിഴികൾ പിടയ്ക്കുവാൻ തുടങ്ങി. തൊടേണ്ട താമസം വിരലുകൾ അങ്ങനെ എന്ത് പറ്റി മോനെ? എന്തിനാ നീ ഇങ്ങനെ ഓടി വരുന്നേ? പ്രേതം? അത് നമ്മുടെ വീട്ടിലോ? ആഹാ, ആ പ്രേതത്തിന് ഇന്ന് ഞാൻ ഈ ചൂല് എവിടെയാണെന്ന് കാണുന്നില്ലല്ലോ. ആഹാ, കഴിഞ്ഞ അമാവാസിക്കാ ഞാൻ ആ പ്രേതത്തിനെ അടിച്ചു പുറത്താക്കിയത്. പിന്നെ എന്റെ വീട്ടിലേക്ക് തന്നെ വന്നേക്കുന്നു എന്റെ മോനെ പേടിപ്പിക്കാൻ വേണ്ടി. ഇന്ന് അയ്യോ ഗൗരിമോള, മോളെ എന്താടാ ഇത്? ഗൗരിമോളെ പ്രേതം നോക്കെ. മോളെ അവൻ അറിയാതെ പറഞ്ഞു പോയതാ. അയ്യോ കുഴപ്പമില്ല രാജമ്മ. എന്തിനാ മോളെ ഇത്രയും ദൂരം വന്ന്? പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നോ? അത് അത് അന്ന് രാജമ്മയല്ലേ ബുക്ക് വാങ്ങിക്കാൻ വരാൻ പറഞ്ഞ? അതാണോ? വീട്ടിനകത്ത് നിറച്ചു ബുക്കുണ്ട് മോളെ, മോക്ക് എത്ര വേണമെങ്കിലും എടുത്തോ. ഞാൻ മറന്നുപോയി, കുഞ്ഞിനെ നിർത്തിക്കൊണ്ട് സംസാരിക്കുക. ഇരിക്കും മോളെ, ഇരിക്കും മോളെ, ഇരിക്കുന്നേ. മോളെ ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ, എന്താ മോളെ കഴിക്കാൻ വേണ്ടേ? രാജമ്മ എന്ത് തന്നാലും ഞാൻ കഴിച്ചോളാം. എന്ത് നല്ല സ്വഭാവമാണെന്ന് നോക്കിയടാ. അമ്മയെ വീഴ്ത്തി. മോര് കൊണ്ടുവരട്ടെ മോളെ? അമ്മ പോണ്ട, ഞാൻ എടുത്തോണ്ട് വരാം. അമ്മ പോയാ ആട് പുലി പുൽക്കെട്ട് കഥ പോലെയാവും. ഇവൻ എന്താ പറയുന്ന? ആട് പുലി പുൽക്കെട്ട്? അതൊന്നും അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഇവൻ എന്താ പറയുന്ന? അവനങ്ങനെ എന്തേലും പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അവൾ ഈ വഴിക്ക് വരാൻ പാടില്ല. കാണിച്ചു ഈ വെയിലത്ത് ഇത്രയും ദൂരം വന്നില്ലേ? അമിത മോര് നമ്മളെ. അയ്യേ, മോരില്ല മുടി. എന്താടാ ഇത്? മുടി മോരില് താനെ വീണതാണോ അതോ മനഃപൂർവ്വം ഇട്ടതാണോ? അത് അറിയാതെ വീണതാമേ. ഇങ്ങത്താ മോളെ, വേറെ തരാം മോനെ. ഇത് വെച്ചിട്ട് വേറെ മോര്. ഇനി വേറെ മറന്നുമില്ല. എന്താടാ ഈ പറയുന്ന? ഒരു കല മോരുണ്ടായിരുന്നല്ലോ. അത് പിന്നെ അമ്മേ, മോര് പൂച്ച വന്ന് കുടിച്ചു. മോര് പൂച്ച കുടിച്ചെന്നോ? എന്താ രാജമ്മ, പൂച്ച പാല് കുടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്.
മോര് കുടിക്കുമെന്ന് ഇപ്പോഴാ അറിയുന്നേ. കൊഴപ്പില്ല രാജമ്മ, താ. മുടി കിട്ടിയ ബന്ധം ദൃഢാകുമെന്നാ. അയ്യേ, മോരിൽ ഉപ്പ് കൂടുതലാണല്ലോ. ഉപ്പിന് വേണ്ടിയല്ലേ യുദ്ധങ്ങൾ വരെ ഉണ്ടായത്. അയ്യോ, ചേച്ചി വാ കടങ്കഥ കളിക്കാം. ഏയ് പോടി, പിന്നെ വരാം. സംസാരിച്ചോണ്ടിരിക്കല്ലേ. ഓ, നിങ്ങൾ പോയി കളിച്ചോ. ഗൗരി, അത്രയും ഉപ്പുണ്ടായിട്ടും നീ കുടിച്ചോ? ദാറ്റ് ഇസ് ലവ്.